സ്പോർട്സിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഞങ്ങൾ പുതിയൊരു പ്രോഗ്രാമുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ പേര് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നാണ്, അല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് കലൂർ സ്റ്റേഡിയത്തിനടുത്താണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. സഞ്ജു സാംസൺ ഇന്നത്തെ കളി ബാൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് കാരണം ഇവർ പറയുന്നത് കഴിഞ്ഞ കളി വിജയാഘോഷത്തിനിടെ ഹെൽമെറ്റ് എടുത്ത് സഞ്ജു ഇങ്ങനെ വലിച്ചെറിഞ്ഞു. സഞ്ജു പക്ഷെ ഒരു ഇന്റൻഷനലി ചെയ്തതായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. പക്ഷെ ICC പറയുന്നത് സഞ്ജു അങ്ങനെ ചെയ്തൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു ചട്ടപ്രകാരം തെറ്റാണ്. അതുകൊണ്ട് സഞ്ജു ഇന്നത്തെ സെമിഫൈനൽ കളിക്കാതിരിക്കാൻ വരെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പിഴ ഈടാക്കേണ്ടി വരുന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? സഞ്ജു അങ്ങനെ കളിക്കാതിരിക്കോ? ബാൻ ചെയ്യൂ ICC? ഇതുവരെ അങ്ങനെ പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസനെ ടാഗ് ചെയ്തിരുന്ന ICCയുടെ എല്ലാ വീഡിയോസിൽ നിന്നും സഞ്ജു റിമൂവ് ആയിട്ടുണ്ട്. അപ്പൊ ആരാധകർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ടുണ്ട്. സഞ്ജുവിനെ എങ്ങാനും ഇനി ബാൻ ചെയ്യും, അവസാന നിമിഷത്തിൽ സഞ്ജു ഇല്ല, സഞ്ജുവിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സഞ്ജു ബാൻ ചെയ്യപ്പെടും എന്നുള്ളതാണ് ടെൻഷൻ. നിനക്ക് എന്താ സഞ്ജു ബാൻ ചെയ്യപ്പെടും? അതില് വേറൊരു വീഡിയോ വാർത്ത കണ്ടത് ഞാൻ വെച്ചാല് സഞ്ജു അത് റിമൂവ് ചെയ്തേണ്ട കാര്യം എന്ന് വെച്ചാല് സഞ്ജു ഒരു കളി ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് 97 റൺ അടിച്ച് ജയിപ്പിച്ചതിന്റെ അത് ഓവറായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന തോന്നിയിട്ടാണ്. അതിപ്പോ ഒത്തിരി ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് നടന്നല്ലോ അതിന്റെ ഇപ്പൊ ഒത്തിരി പേര്. അപ്പൊ അതിന്റെ അതുകൊണ്ടാണ് അഹങ്കരിക്കണ്ട എന്ന് ഓർത്താണ് റിമൂവ് ചെയ്തെന്നാണ് ഇങ്ങനെ പറയുന്നത് കേട്ടത്. ഓക്കെ. അതല്ലാതെ വേറെ ICC ആയിട്ടുള്ള പ്രശ്നം കൊണ്ടല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ICC-നെ ഞാൻ ഒരിക്കലും ഇക്കാര്യത്തിൽ സോഷ്യൽ മീഡിയ ടീമിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ICC-യുടെ സോഷ്യൽ മീഡിയ ടീമാണ് ആരെക്കാളും സഞ്ജുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ എഡിറ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. സഞ്ജുവിന്റെ കണ്ടന്റ് ടീമിലാണ് ആ പേജ് തന്നെ ഒന്ന് ഉണരുന്നത്. സഞ്ജുവിന്റെ ഹേറ്റേഴ്സ് മൊത്തം ഫാൻസ് ആയി മാറിയ സിറ്റുവേഷൻ ആണ്. സഞ്ജുവിനെ കളിയാക്കാൻ അവർ മാപ്പ് പറയാണ്. സോറി സഞ്ജു, ഞങ്ങൾ കളിയാക്കി പോയി, ഞങ്ങൾ കൺസിസ്റ്റന്റ് അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ഞങ്ങൾ കളിയാക്കേണ്ടി ഹിന്ദിക്കാരടക്കം സഞ്ജുവിനോട് മാപ്പ് പറഞ്ഞു. ഇനി മുതൽ ഞങ്ങൾ സഞ്ജുവിന്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞ് ഹേറ്റേഴ്സ് മൊത്തം സഞ്ജുവിന്റെ ഫാൻസ് ആയിരിക്കാണ്. ഇനി പുതിയ ഹേറ്റേഴ്സ് ഉണ്ടാവണം, അല്ലേ? ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആയിട്ട് തോറ്റാനില് എന്താണ് പറയാനുള്ളത്? ശരിക്കും സൗത്ത് ആഫ്രിക്കയായിട്ട് ഇന്ത്യ തോറ്റത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം ഒരിക്കലും ഞാനൊരു ഇന്ത്യക്കെതിരെ സംസാരിക്കില്ല. എന്നിരുന്നാൽ കൂടി സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ തോറ്റപ്പോ ശരിക്കും അവിടെ തോറ്റത് കുറെ പേരുടെ അഹങ്കാരം, കാരണം വേറെ ഒന്നുമില്ല, ഇവര് മറന്ന കുറെ കാര്യങ്ങൾ ഇവരെ ഓർമ്മിപ്പിച്ചു ആ ഒരു ഗെയിം. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കപ്പല്ല, ഒരു കോപ്പും കിട്ടില്ല. സത്യം പറഞ്ഞു സൗത്ത് ആഫ്രിക്കക്കെതിരെ ഇന്ത്യ തോറ്റത് കൊണ്ടാണ് സഞ്ജു സാംസണെ പരിഗണിക്കുക എന്നുള്ള ചിന്തയെങ്കിലും അവിടെ വന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ആവേശം നമുക്ക് വരുന്നത്. ഇന്ത്യന്റെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിലൊന്നും ഞാൻ കുറ്റം പറയത്തില്ല. കാരണം രോഹിത് ശർമ്മ വിരമിച്ച് കഴിഞ്ഞിട്ട് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി അത്യാവശ്യം നന്നായിട്ട് ഇന്ത്യൻ ടീമിൽ പോയത്. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാല് അവര് ജയിക്കുന്നുണ്ട് എല്ലാ കളികളും. പക്ഷെ ജയിച്ചാലും ഇവർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നത് ഇവര് മാറ്റാൻ നോക്കുന്നില്ല. അത് മാത്രമല്ല, സൂര്യകുമാർ യാദവ് കൺസിസ്റ്റന്റ് അല്ല. ഏറ്റവും കൺസിസ്റ്റന്റ് അല്ലാത്ത പ്ലെയർ സൂര്യകുമാർ യാദവ്, ഒട്ടും ഫോമിലല്ല. സൂര്യകുമാറിനെ വിശ്വസിച്ച് ഒരു ചേസിങ്ങും പറ്റൂല, അല്ലെങ്കിൽ ഒരു കളിയും കളിക്കാൻ പറ്റില്ല. കാരണം ക്യാപ്റ്റനായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വേറെ ഏൽപ്പിച്ച് നോക്കി ഇന്ത്യ തോക്കുമെന്ന് നോക്കാം. അങ്ങനൊന്നുമില്ല. കോച്ച് നല്ലോണം, ഗൗതം ഗംഭീർ നല്ല കോച്ചിങ് ആണ്, നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇവൻ സഞ്ജു 50 അടിച്ച് നിൽക്കുമ്പോൾ പോലും, വെസ്റ്റ് ഇൻഡീസിന്റെ കളിയിൽ നിൽക്കുമ്പോൾ പോലും സഞ്ജു 50 അടിച്ച് ഇങ്ങനെ ബാറ്റൊക്കെ പൊക്കുന്ന സമയത്തായാലും ഗൗതം ഗംഭീർ കൈ അടിക്കുമ്പോഴും സഞ്ജുവിനോട് പറയുന്നുണ്ട് നിക്ക്, കാമായിട്ട് ക്രീസിൽ നിൽക്കുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളൂ, എത്ര പേര് കണ്ടെന്ന് അറിയില്ല. അപ്പൊ സഞ്ജു വളരെ എന്താ പറയാ, ഒരു കോച്ച് പറയുന്നത് പോലെ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ പോലെയാണ് സഞ്ജു പോകുന്നത്. ഇപ്പൊ മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന പോലെ, സംവിധായകന്റെ ആക്ടറാണ് മോഹൻലാലൊക്കെ. അപ്പൊ അതുപോലെയാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ. സഞ്ജു മോഹൻലാൽ സാംസൺ, സഞ്ജു സ്പെഷ്യൽ സാംസൺ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് സഞ്ജു കളിക്കുന്നത്. ഏത് റോളും സഞ്ജു ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് സഞ്ജുവിന്റെ ഒരു മൈൻഡ്. അപ്പൊ സൂര്യകുമാർ യാദവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ശരിക്കും പറഞ്ഞ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നത് ടീം ജയിക്കണമെന്നാണ്. പക്ഷെ അതല്ലാതെ സൂര്യകുമാർ യാദവ് ഒരിക്കലും ഫോമിലല്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. അതായത് 2020 വേൾഡ് കപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അഭിഷേക് ശർമ്മ ഫോമിലല്ല. ന്യൂസിലാൻഡായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയും അഭിഷേക് ശർമ്മ ഇതിലല്ല. അതുപോലെ തിലവർമ്മനെ വൺ ഡൗൺ ആയിട്ട് ഇറക്കിയിട്ട് വളരെ മോശം കളിയായിരുന്നു. എല്ലാ കളി 25 റണ്ണിന് മുകളിലുണ്ടെങ്കിൽ പോലും എല്ലാ കളിയും 22 ബോൾ 25, 27 ബോൾ 30. അത് 2020 ബാറ്ററിന്റെ ഇതല്ലായിരുന്നു. ശരി, തിലകവർമ്മ ഇറങ്ങേണ്ടത് യുവരാജ് സിംഗിന്റെ ആ ഒരു പൊസിഷനിൽ ഫോർത്തല്ല. പക്ഷെ ഇപ്പം തിലവർമ്മ ഇറങ്ങുന്നത് ഒരു 5ാമത് 6ാമതൊക്കെയാണ്. ആ ഒരു സ്ഥാനം തിലവർമ്മയ്ക്ക് വളരെയായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. സിംബാബ്വെക്കെതിരെയാണെങ്കിലും കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തിലവർമ്മ കളിക്കാൻ തുടങ്ങി. അപ്പൊ അവനവർക്ക് യോജിച്ച ഒരു സ്ഥാനത്ത് കൊടുത്താൽ അവർക്ക് കളിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഒരു ഇന്ന സ്ഥാനത്ത് കളിച്ചുകൊണ്ട് എന്നിട്ട് പിന്നെ പെട്ടെന്ന് വൺ ഡൗൺ ആക്കുമ്പോൾ ആ ഒരു പ്രഷർ വരും. അതാണ് തിലവർമ്മയുടെ മെയിൻ വിഷയം വന്നത്. ഇപ്പൊ സഞ്ജു വന്നുകൊണ്ട്
സഞ്ജു അഭിഷേക് ഓപ്പണിങ്. ഇപ്പൊ അഭിഷേക് ശർമ്മ കളിച്ചില്ലെങ്കിലും സഞ്ജു കളിക്കുന്നുണ്ട്. മാത്രമല്ല സഞ്ജു വന്നതോടെ അഭിഷേക് ശർമ്മയ്ക്ക് ഒരു ഉണർവായി. ഉണർവ് കാരണം അഭിഷേക് ശർമ്മ ഇതുവരെ വലിയ ഫോമിലല്ലായിരുന്നു. ഒരു 10-15 റൺസൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് സ്കോർ ആയിട്ട് വന്നത്. പക്ഷെ സഞ്ജു വന്നതോടുകൂടി അഭിഷേക് ശർമ്മയുടെ ആ ഒരു ഓപ്പണിങ് സഞ്ജുവിനൊപ്പം നല്ല ലിങ്ക് ആയിട്ട് നല്ല mingle ആയി തോന്നുന്നു. അതായത് അവര് തമ്മിൽ ഒരു മിങ്കിൾ ഉണ്ട്. കാരണം അഭിഷേക് ശർമ്മ ഈ 2020 അടിച്ച നല്ല ജെല്ലായിട്ട് പോകുന്നു. ഇന്ത്യൻ ടീമിൽ അടിച്ച റെക്കോർഡുകളെല്ലാം സഞ്ജു ആയിട്ടുള്ള ഓപ്പണിംഗ് പാർട്ണർഷിപ്പിലാണ് കിട്ടിയിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോ ഇഷാൻ കിഷൻ കഴിഞ്ഞ് സൂര്യകുമാർ യാദവ്, പിന്നെ തിളവർമ്മ, അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇഷാൻ കിഷൻ അടിക്കും. അങ്ങനെ ഒരു ഇതിപ്പോ അങ്ങനെയുള്ളതുകൊണ്ട് ആ സൗത്ത് ആഫ്രിക്കയായിട്ട് അന്ന് കളി തോറ്റില്ലായിരുന്നെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അത്യാവശ്യമുള്ള ചിലപ്പോ സെമി ഫൈനലില് ആ സെയിം ടീമിനെ കൊണ്ടുപോയി ചിലപ്പോ ഇന്ത്യ സെമിയിൽ കയറിയിട്ട് ഈ അഹങ്കാരം കൊണ്ട് തോറ്റ് പുറത്താവുന്ന അവസ്ഥ ആലോചിക്കും. പക്ഷെ ഈ സൗത്ത് ആഫ്രിക്കയിൽ തോറ്റപ്പോ ഇവരുടെ എല്ലാ പ്ലാനും റീതിങ്ക് സെലക്ടർമാർ റീതിങ്ക് ചെയ്ത്, ആരാധകർക്ക് ഒരു ഡൗട്ടായി, കോച്ചിന് ഭയങ്കര ഇതായി, ക്യാപ്റ്റന് ഭയങ്കര ഇതായി. അപ്പൊ സഞ്ജു സാംസണെ ശരിക്കും വെസ്റ്റ് ഇൻഡീസിന്റെ കളി ഓപ്പണിംഗ് കയറ്റി തന്നെ സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ആ ഒരു തോൽവി ശരിക്കും ഇത് ദൈവത്തിന്റെ കാലത്തിന്റെ ഒരു കളി തന്നെയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന് ആ നന്ദി. സഞ്ജുവിന് എല്ലാ ദൈവങ്ങൾക്കും സഞ്ജു നന്ദി പറഞ്ഞതാണ് ആ ഒരു സെലിബ്രേഷൻ കണ്ട് എല്ലാവരും പറഞ്ഞത്. കാരണം അത്രത്തോളം ഒരു മഹത്തരമായ, നമ്മളെല്ലാവർക്കും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്ക്, ഒരവസരം കിട്ടാത്തവർക്ക്, വർഷങ്ങളോളായിട്ട് പരിശ്രമിച്ച് ഒന്നും നേടാൻ പറ്റാത്തവർക്കൊക്കെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു സഞ്ജുവിന്റെ ആ ഇന്നിങ്സ്, സഞ്ജുവിന്റെ ഇതുവരെയുള്ള ക്രിക്കറ്റ് ജീവിതം. അപ്പോ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, സി യു.